കാസർഗോഡ് മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികളെയും വെറുതെ വിട്ടു. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. RSS പ്രവർത്തകരായ അഖിലേഷ്, നിതിൻ, അജേഷ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. നീതി ലഭിച്ചില്ലെന്ന് റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ പ്രതികരിച്ചു. 3 പ്രതികളെയും വെറുതെ വിട്ടുവെന്ന് ഒറ്റവരിയിൽ വിധി പ്രസ്താവം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് വിധി പറഞ്ഞത്. റിയാസ് മൗലവിയുടെ ഭാര്യ സൈദ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എനിക്ക് കോടതിന് മേലെ. പറയാൻ കിട്ടുന്നില്ല. എന്തും DNA തെളിവിന് പോലും കോടതി വില കൽപ്പിച്ചില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത്. തികച്ചും ദൗർഭാഗ്യകരമായ വിധിയാണ്. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരായിട്ട് സ്ട്രോങ് എവിഡൻസ് ഉള്ള കേസാണ്. അതിൽ ഏത് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാലും 1-ാം പ്രതിക്കെതിരായ 100% തെളിവുകൾ, DNA അടക്കമുള്ള തെളിവുകൾ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്കതായ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട്. നിരാശാജനകമായ വിധിയാണെന്നും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കളും ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. 3 ചെറുപ്പക്കാർക്ക് നീതി ലഭിച്ചെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ സി സുനിൽകുമാർ പ്രതികരിച്ചത്. പോലീസിന്റെ മുഖം രക്ഷിക്കാൻ 3 പേരെയും ബലിയാടാക്കിയെന്ന് വിമർശനം. കഴിഞ്ഞ 7 വർഷമായിട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം അനുഭവിച്ചു തീർക്കേണ്ട 3 ചെറുപ്പക്കാർ ഈ കേസുമായി ജയിലിലാണ്. നിരപരാധികളായിട്ടുള്ള 3 ചെറുപ്പക്കാരെ പ്രതികളാക്കി പോലീസ് മുഖം രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോടതി വിധിയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2017 മാർച്ച് 20-നാണ് കേസിനാസ്പദമായ സംഭവം. ചൂരിയിലെ മദ്രസ അധ്യാപകനായ റിയാസ് മൗലവിയെ പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കോടതി ജാമ്യം നിഷേധിച്ചതിനാൽ പ്രതികൾ 7 വർഷമായി ജയിലിലായിരുന്നു. 24 കാസർഗോഡ്.